എല്ലാവരും പൊതുവിൽ പറയുന്നുണ്ട്, എന്ത് പെട്ടെന്നാണ് സമയം പോകുന്നത്, ഓരോ ദിവസവും മാസവും വർഷവും കടന്നു പോകുന്നത് അറിയുന്നില്ല എന്ന്. കാലം അതിവേഗം പോവുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം മനുഷ്യൻ്റെ ചിന്തകളും പ്രവൃത്തികളുമാണ്. രാവണൻ എന്ന കഥാപാത്രം 10 കാര്യങ്ങൾ ചിന്തിക്കാനുള്ള തലയുണ്ടായിരുന്നു എങ്കിൽ ഇന്നത്തെ മനുഷ്യർ രാവണനെ തോൽപ്പിക്കുന്ന തരത്തിലാണ്. കാരണം ഒരു സമയം അവൻ 100 കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അത്രമാത്രം മനുഷ്യൻ്റെ തലച്ചോറ് വികസിച്ചു കഴിഞ്ഞു. അതിനനുസരിച്ച് അവൻ ഫാസ്റ്റായിട്ട് സഞ്ചരിക്കാനും ജീവിക്കാനും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു ദിവസം എന്നത് 24 മണിക്കൂറായതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ കുതിച്ചു പായുന്നത് കൊണ്ട് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പോകുന്നത് അറിയുന്നതേയില്ല. കാലം എത്ര പോകട്ടെ, അതിനൊപ്പം നമുക്ക് പ്രായവുമാകുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിനെ കാലത്തിനൊപ്പം വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിനെ പിടിച്ച് പുറകോട്ട് വലിക്കുകയാണ്. കാലം തോറ്റുപോകണം, അതാണ് എൻ്റെ ലക്ഷ്യം. ഓരോ ദിനവും ഓരോ പ്രവൃത്തികളിലൂടെ ഞാൻ കാലത്തെ തോൽപ്പിക്കുകയാണ്. കാലം അതിവേഗം കടന്നു പോകുമ്പോൾ ഞാൻ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ കാലത്തെ പിടിച്ചു നിർത്താനല്ല, കാലത്തിൽ നിന്നും മാറി സഞ്ചരിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഞാൻ ചെയ്യുന്ന വേലകൾ എന്ന് പറഞ്ഞാൽ, കുറേ അധികം നാളായി മഴയും അതുപോലെ കാറ്റുമൊക്കെ ആയതുകൊണ്ട് മട്ടുപ്പാവിൽ ഒരു മുന്തിരി കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. 12 വർഷമായി ആ മുന്തിരിയെ ഞാൻ മട്ടുപ്പാവിലേക്ക് കയറ്റി വിട്ടിട്ട്. മട്ടുപ്പാവ് കൃഷി ഒരു കാലത്ത് വലിയ ഹരമായിരുന്നു. വാർക്കയുടെ പുറത്ത് ഓരോ ഓട് വച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്രോ ബാഗിലും ചട്ടിയിലും എന്ന് വേണ്ട മറ്റ് ഡ്രമ്മിലുമൊക്കെയായി അനേകം ചെടികളും പഴച്ചെടികളും സ്ട്രോബെറി ഉൾപ്പെടെ എന്തിനു വേണ്ട പച്ചക്കറികളും യഥേഷ്ടം വിളയിച്ചിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് വാർക്കയ്ക്ക് അടിയിൽ ചില നനവ് കാണാൻ തുടങ്ങിയത്. അതോടുകൂടി മട്ടുപ്പാവ് കൃഷി ഞാൻ പതുക്കെ നിർത്തിയിട്ട് വാർക്കപ്പുറം മുഴുവനുമായി വാട്ടർ പ്രൂഫിംഗ് കമ്പനിയെ വിളിച്ച് വാട്ടർ പ്രൂഫിംഗ് നടത്തി. 1.5 ലക്ഷം രൂപ ചെലവിടേണ്ടി വന്നു വാർക്കയുടെ അടിയിലെ തണുപ്പ് മാറ്റാൻ. അതിനുശേഷം പിന്നെ മട്ടുപ്പാവിൽ ഒന്നും ഞാൻ കൃഷി തുടങ്ങാറില്ല. ഇനി ചെയ്യണമെങ്കിൽ പ്രത്യേകം സ്റ്റാൻഡുകൾ ഉണ്ടാക്കി ഹൈറ്റിൽ വച്ചിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ വെള്ളം ലീക്കായി കഴിയുമ്പോൾ വെള്ളം ഉണങ്ങിപ്പോയിക്കോളും. അങ്ങനെ മുന്തിരി വള്ളിയെ കുറച്ച് നാളായിട്ട് പരിപാലിക്കാറുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വേനൽ കടുത്തതോടുകൂടി മുന്തിരിയൊക്കെ ഒരുപാട് ഉണങ്ങിപ്പോയിരുന്നു. വയലറ്റ് മുന്തിരിയാണ്, നല്ല പുളിപ്പായിരുന്നു ആദ്യകാലത്ത്. പിന്നീട് ഓരോ വർഷം കഴിയുന്തോറും മധുരം കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം കുറേ കാച്ചിരുന്നു, പക്ഷേ വേനലിൻ്റെ കാഠിന്യം അതിനെ കാര്യമായിട്ട് അത് വിരിഞ്ഞില്ല. എന്നാൽ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ താറാവൊക്കെ വന്നതോടുകൂടി താറാവിന് മീൻകടയിൽ നിന്നും കൊണ്ടുവന്ന വേസ്റ്റ് കഴുകുന്ന വെള്ളം, അതുപോലെ വല്ലപ്പോഴും വാങ്ങുന്ന ഇറച്ചിയുടെയും മീനിൻ്റെയും ഒക്കെ കഴുകുന്ന വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ കൃത്യമായി ഒഴിക്കുന്നത് കൊണ്ട് ഇപ്പോൾ അവർ ശരിക്കും നല്ല പച്ചപ്പിലേക്ക് പൊട്ടിമുളച്ച് ഭംഗിയായി വളരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങിങ്ങായി കായ്ക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് കയറി നോക്കിയപ്പോഴല്ലേ പലയിടത്തും പൂക്കുന്നുണ്ട്, വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും മീൻ കഴുകുന്ന വെള്ളം സ്ഥിരമായി കൊടുക്കുന്നത് കൊണ്ട് മുന്തിരി ഉഷാറായി തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എപ്പോഴും ഇഷ്ടം തോന്നുന്ന ചില കാര്യങ്ങൾ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കാലത്തെ തോൽപ്പിക്കാൻ പറ്റും. കാലത്തെ തോൽപ്പിക്കണമെങ്കിൽ ആ സഞ്ചാരത്തിനിടയിൽ അപകടം പറ്റാതെയും ശ്രദ്ധിക്കണം. ഇത്തരം പണികളൊക്കെ ആര് ചെയ്യുമ്പോഴും നമ്മുടെ പ്രായം, നമ്മുടെ വെയിറ്റ് ഇതെല്ലാം നോക്കിയിട്ട് വേണം മുകളിൽ അഭ്യാസങ്ങൾ നടത്താൻ. അടിതെറ്റിയാൽ ആനയും വീഴും എന്ന് നമുക്കറിയാമല്ലോ. മറ്റൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇനിയൊക്കെ ഒന്ന് വീണ് കൈകാലുകളൊക്കെ ഒടിഞ്ഞാൽ അതൊരു കാരണമായി ഒരു രോഗത്തിലേക്ക് നയിക്കാനും ഒരു പക്ഷേ അത് മരണത്തിലേക്ക് വരെ എത്തിച്ചേരാനും സാധിക്കും. അതുകൊണ്ട് പ്രായമേറിയവരും എല്ലാവരും ഓരോ പണികൾ ചെയ്യുമ്പോൾ നമ്മൾ 3-4 വട്ടം ആലോചിച്ച് വേണം ഓരോ സ്റ്റെപ്പുകൾ വയ്ക്കാൻ. എന്ന് വെച്ചാൽ അത്രമാത്രം ശ്രദ്ധ വേണമെന്നർത്ഥം. അടിതെറ്റിയാൽ ആനയും വീഴുമെന്നുള്ള പഴഞ്ചൊല്ല് ഏവർക്കും ബാധകമാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിനർത്ഥം. അങ്ങനെ ഓരോ മുന്തിരിയൊക്കെ അതിലേക്കുമായി കാണുന്നുണ്ട്. അത് നേരത്തെ വിരിഞ്ഞതാണ്. എന്തായാലും ഇപ്പോൾ പൂക്കുന്ന കണ്ണികൾ നന്നായിട്ട് കായ് പിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സ്ഥിരമായി
മീൻ കഴുകിയ വെള്ളവും ഇറച്ചി കഴുകുന്ന വെള്ളവും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സുന്ദരമായിട്ട് കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് കൊലകുത്തി കാച്ചുകൊണ്ടിരുന്ന മുന്തിരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, 1.5 മാസം മുന്നേ ഞങ്ങളിതെല്ലാം പതുക്കെ മടി പിടിച്ച് എല്ലാം അവസാനിപ്പിച്ചിരുന്നു. അതിനുശേഷം വെയിറ്റൊക്കെ കൂടിയത് കൊണ്ട് വീണ്ടും ഞാൻ ആ പഴയ പ്രതാപത്തിലേക്ക് തിരികെ വരാനുള്ള ശ്രമത്തിലാണെന്ന് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 1.5 മാസമായിട്ട് തുടങ്ങുന്ന അഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ മുക്കും മൂലയും ഭംഗിയായി കള പറിച്ചും ചെടി പരിപാലിച്ചും പഴയതിനെയൊക്കെ പുതുതായിട്ട് നട്ടുപിടിപ്പിച്ചുമൊക്കെ കൊണ്ടുവരുന്നത്. എന്നാൽ ഇന്ന് മുകളിലേക്ക് കയറിയ മുന്തിരിയെ പരിപാലിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അങ്ങനെ രാവിലെ മഴയുണ്ടായി. എന്തായാലും കന്നിമാസമാണെങ്കിലും കന്നിവറവ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കന്നിയിൽ അടിപൊളി മഴയാണ്. രാത്രി നല്ല മഴയായിരുന്നു, രാവിലെയും മഴയായിരുന്നു. എന്നാൽ ഇടയ്ക്കൊരു തോർച്ച വന്നതോടുകൂടിയാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് കയറിയത്. ഓരോ ചുവടും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ലാഡറും ഒക്കെ ഉപയോഗിച്ചും കട്ടറും എല്ലാം കൊണ്ടും കയറി കമ്പിയൊക്കെ കെട്ടി, പൊട്ടിപ്പോയ കമ്പികളൊക്കെ വലിച്ചു കെട്ടി, മുന്തിരിയുടെ തലപ്പുകളൊക്കെ ഭംഗിയായിട്ട് പിടിച്ച് ഓരോ മെടഞ്ഞ് തൂങ്ങിക്കിടന്നതിനെയെല്ലാം കമ്പിയിലേക്ക് മെടഞ്ഞു കെട്ടി വയ്ക്കുകയാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിനൊരു വല്ലാത്ത ഉണർവാണ്. മുന്തിരിങ്ങയ്ക്ക് വേണ്ടി കുറുകൻ ചാടിയ കഥയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. കുറുകൻ ചാടി മടുത്തപ്പോൾ ഈ മുന്തിരിങ്ങ പുളിക്കും, അത് പുളിയാണ് എന്ന് പറഞ്ഞ് പോയി എന്നുള്ള കഥയൊക്കെ നമ്മൾ ബാല്യത്തിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മുന്തിരിങ്ങയ്ക്കും പുളിയായിരുന്നു കേട്ടോ. ആദ്യകാലത്ത് കായ്ച്ചു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ പഴുത്തത് ഒരെണ്ണം പഠിച്ച് ഞങ്ങൾ വായിലിട്ടപ്പോൾ തലയിൽ പേനില്ലാത്തത് കൊണ്ട് ഒന്നും തലയിൽ നിന്ന് ഇറങ്ങി വന്നില്ല. പക്ഷേ ഒരു മരവിപ്പ് പോലെയായിരുന്നു, അത്രമാത്രം പുളിയായിരുന്നു. പക്ഷെ ഓരോ കൊല്ലം കഴിയും തോറും പുളി കുറഞ്ഞു വരുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷം നല്ല മധുരത്തിലേക്ക് എത്തി. ഇനി അങ്ങോട്ട് നല്ല മധുരമുള്ള മുന്തിരിങ്ങ കിട്ടുമായിരിക്കും. എന്തായാലും ഇതിനെ ഞങ്ങൾ പരിപാലിച്ചു കൊണ്ട് പോവുകയാണ്. പക്ഷേ ഇതിൻ്റെ ചുവട് നേരെ മുൻവശത്താണ്. മുൻവശത്ത് ഗേറ്റിൻ്റെ വലതുവശത്തായിട്ടാണ് ഇതിൻ്റെ ചുവട്. കണ്ടില്ലേ? ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിരിയുന്നതൊക്കെ കൊലയിൽ എണ്ണം കുറവാണ്. എന്നാലും പുതിയ പൂക്കൾ ഉണ്ടാകുന്നത് വലിയ പ്രതീക്ഷയുണ്ട്. അതിൽ ആണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും കാച്ചാലും വിരിഞ്ഞില്ലെങ്കിലും മുന്തിരിയെ ഞങ്ങൾ പരിപാലിച്ചു കൊണ്ടേ പോകും. കാരണം അവനെ ഞങ്ങൾ 12 കൊല്ലമായിട്ട് പരിപാലിച്ചു കൊണ്ട് വരുന്നതാണ്. തന്നെയല്ല, ഓരോ ചെടികളും എനിക്ക് ജീവനാണ്. അതുപോലെ തന്നെയാണ് ഈ മുന്തിരിയും. ഇനി അങ്ങോട്ട് ചെടി പരിപാലനവും അതുപോലെ മൃഗങ്ങളും പക്ഷിമൃഗാദികളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകാനാണല്ലോ എൻ്റെ തീരുമാനം. കാരണം അവ നമുക്ക് നൽകുന്ന സന്തോഷവും സമാധാനവും വേറെ എന്ത് ചെയ്താലും കിട്ടില്ല. ബന്ധുമിത്രാദികളുടെ അടുക്കൽ കുറച്ച് നാളൊക്കെ പോയി, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചു, ഇഷ്ടമുള്ളത് വായിച്ചു, അതിനൊക്കെ ഒരു സമയമുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾക്ക് ഒരു പരിധിയില്ല. എത്ര നേരം വേണമെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കാം. അതാണ് ഈ ചെടി പരിപാലനവും കൃഷിയും മൃഗങ്ങളെയും പക്ഷികളെയും പരിപാലിക്കുന്നത് കൊണ്ടുള്ള പ്രത്യേകത. ബാക്കി എന്ത് പരിപാടിയും നമ്മൾ മടുക്കും, പക്ഷേ ഇത് നമ്മൾ മടുക്കില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു ചെടി നട്ടാൽ അത് വളരുന്നത് നോക്കിയിരുന്ന്, അത് പൂക്കുന്നത് നോക്കിയിരുന്നത്, അത് കായ്ക്കുകയും അത് മൂക്കുകയും പഴുക്കുകയും ഒക്കെ ചെയ്യാൻ നമ്മൾ കാത്തിരിക്കുമ്പോൾ, ആ കാവലാളായി നമ്മൾ നിലനിൽക്കുമ്പോൾ നമുക്ക് സമയം പോകുന്നത് അറിയുകയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വെള്ളവും വളവും ആ കാലസമയത്ത് കള പറിക്കലുമൊക്കെയായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കൃഷി രീതി ഒരിക്കലും നമ്മെ മടുപ്പിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് വീണ്ടും ഊർജത്തോടെ നല്ല ഉന്മേഷത്തോടെ വീണ്ടും ഇറങ്ങിത്തിരിച്ചത്. ഏതാണ്ട് വീടിൻ്റെ ചുറ്റുവട്ടങ്ങളും അകത്തളങ്ങളും ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇനി കള പിടിക്കാതെ കള കൃത്യമായിട്ട് വരുന്നതൊക്കെ പറിച്ചുകൊണ്ടിരുന്നാൽ, അതുപോലെ ദിവസവും 1-2 ചെടികൾ നടാറുണ്ട്. ഇന്ന് ചെടി നടാൻ സമയം കിട്ടിയിട്ടില്ല. വൈകുന്നേരം ഒരു പക്ഷേ 2-3 ഒന്ന് നടണം. മഴ വീണ്ടും വരുന്നുണ്ട്. എന്നാലും 2-3 ചെടികൾ വെച്ച് ദിവസവും നട്ട് പരിപാലിച്ചാൽ നമ്മുടെ പറമ്പും തൊടിയും അതുപോലെ ചുറ്റുവട്ടങ്ങൾ മുഴുവൻ ഒരു പൂന്തോപ്പാക്കി മാറ്റാൻ 6 മാസം മാത്രം മതിയാവും. ഞാനിപ്പോൾ ചെയ്തു വന്നിരിക്കുന്ന വേലകളൊക്കെ അങ്ങനെ ഓരോ ദിനങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ആദ്യകാലത്ത് ഞാൻ ഒരു ചെടിയാണ് വാങ്ങിക്കൊണ്ടുവന്നത്. പിന്നീട് എനിക്ക് 2000 വെറൈറ്റി ചെടികളിലേക്ക് ഞാൻ എത്തി. അന്ന് പൂക്കളുള്ള ചെടികളെല്ലാം ഉണ്ടായിരുന്നു. പിന്നീട് പൂക്കളുള്ള ചെടികൾ സംരക്ഷിക്കലൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടും ആടുകളുടെ എണ്ണം പെരുത്തതുകൊണ്ടും താറാവും കോഴിയും എണ്ണം കൂടിയതുകൊണ്ടുമൊക്കെ
വർക്ക് കുറച്ചതിൻ്റെ ഫലമായിട്ട് ചെടിയെ പതുക്കെ അങ്ങോട്ട് ഒഴിവാക്കി. ചെടി വിൽപ്പനയും ഉണ്ടായിരുന്നു. ആളുകൾക്ക് ഹൗസ് വാമിങ്ങിനൊക്കെ പോകാൻ നേരം നല്ല വെറൈറ്റി ചെടികൾ നല്ല പോട്ടിൽ 1000 രൂപയിൽ കുറയാത്ത ചെടികൾ യഥേഷ്ടം ഞാൻ വിൽപ്പന നടത്തിയിട്ടുണ്ട്. അതുപോലെ കൂണ് കൃഷിയും തേനീച്ച കൃഷിയും ഒക്കെ എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെയൊക്കെ പൊട്ടും പൊടിയുമൊക്കെ ആയി തേനീച്ചയൊക്കെ കൂട്ടിൽ ഇപ്പോഴുമുണ്ട്. എന്നാൽ കൂണ് കൃഷി നിർത്തിക്കഴിഞ്ഞു. കാരണം കൂണ് വിൽക്കാൻ കൊണ്ടുപോകുമ്പോൾ ആളുകൾ രാവിലെ തന്നെ മീൻ വാങ്ങും. അപ്പോൾ പിന്നെ കൂണ് ആരും വാങ്ങുകയില്ല. അതുകൊണ്ട് കൂണിൻ്റെ വിൽപ്പന വല്ലാത്ത ബുദ്ധിമുട്ടായി. കൂണ് കടയിൽ കൊടുക്കുമ്പോൾ നമുക്ക് നേരെ ലാഭത്തിൽ ഒരുപാട് കുറവ് വരും. തന്നെയല്ല, കടയിൽ കൊടുത്താൽ വിറ്റില്ലെങ്കിൽ അത് ചീഞ്ഞു പോവുകയും നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഞാൻ കൂണ് 1000 രൂപയുടെ കൂണ് ദിവസവും ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ രാവിലെ തന്നെ കൂണ് പറിച്ചുകൊണ്ട് ആദ്യമേ പോകണം. അതിനുശേഷം ആടിനെ കറന്ന് പാല് കൊണ്ട് പോകണം. ഓഫീസിൽ 10 മണിക്ക് എത്തണം. അങ്ങനെ എല്ലാം വലിയ ഹാർഡ് വർക്കായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. 6-7 കൊല്ലക്കാലം ഞാൻ സമയം പോയത് അറിഞ്ഞതേയില്ല. അതാണ് നിർന്നു പോയത്. അതിനെയൊക്കെ വീണ്ടും പുനഃസ്ഥാപിക്കാനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേല. അപ്പോൾ മുന്തിരിയെ ഭംഗിയായിട്ട് പരിപാലിക്കാനുള്ള ഊർജ്ജ ശ്രമത്തിൽ എന്തായാലും വളം കുറച്ച് നാൾ മുമ്പ് കൊടുത്തു തുടങ്ങിയത് കൊണ്ട് പച്ചപ്പ് വന്നു. മുകളിലൊക്കെ എല്ലായിടത്തും ചട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. മുകളിലെ ചട്ടി താഴെ ചാടി കിടന്നിട്ട് പൊട്ടിമുളയ്ക്കുന്നതാണ് കാണുന്നത്. മറ്റൊരു ഓർക്കിഡ് ഉണങ്ങിപ്പോയിട്ട് അതിൽ കിളികൾ കൂടുകൂട്ടിയ രംഗമാണ് ഈ കാണുന്നത്. അങ്ങനെ ചുറ്റുവട്ടത്ത് മുകളിലും മട്ടുപ്പാവിലും ഒക്കെ യഥേഷ്ടം ചെടികളുണ്ടായിരുന്നു. ഇവിടെ വന്നിരുന്ന് ഞാനും പങ്കാളിയും ഇടയ്ക്കൊക്കെ ഊഞ്ഞാലാടി ഈ മുന്തിരിയെ കണ്ടും അതുപോലെ ചെടികളെ തലോടിയുമൊക്കെ ഇരിക്കാറുള്ളൊരിടമാണ്. ഇപ്പോൾ പെൻഷനായി കഴിഞ്ഞപ്പോൾ സ്വസ്ഥമായിട്ടിരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഭാര്യ LLBക്ക് പഠിക്കാൻ പോയി. അപ്പോൾ വീണ്ടും തിരക്കിലേക്ക് പോയി. അപ്പോൾ ഞാൻ വീണ്ടും ഈ പരിപാടിയിലേക്ക് ഊർജ്ജസ്വലമായിട്ട് ഞാനും മാറി. ഇടയ്ക്ക് മക്കളുടെ ബിസിനസ്സിനെ സഹായിക്കാനായി അങ്ങനെയും പോകും. ബിസിനസ്സിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. സോമിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. വർഷങ്ങളോളം തടി വ്യവസായവുമായി ബന്ധപ്പെട്ട് കുറേ വർഷങ്ങൾ തടി വ്യവസായം നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. അതിനുശേഷമാണ് ജോലി കിട്ടിയത്. ജോലി കിട്ടിയതിന് ശേഷം അത് അവസാനിപ്പിച്ച് ആ ഭാഗം കട്ട് ചെയ്ത് ഫ്രീ ആവുകയാണ് ചെയ്തത്. കാരണം വലിയ ബിസിനസ്സുകളൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്കെപ്പോഴും സ്വസ്ഥമായ മനസ്സും ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്ത് ഉള്ളതും കഴിച്ച് ഉള്ള വരുമാനം കൊണ്ട് വീട്ടിൽ സ്വസ്ഥമായി വീടിനകത്തും പുറത്തുമായി സഞ്ചരിക്കുകയും ഇത്തരം കലാപരിപാടികളൊക്കെ ചെയ്തും ചെറിയ ചെറിയ യാത്രകളുമൊക്കെ ചെയ്യാനാണ് ഇനി ഇഷ്ടം. പക്ഷേ അധ്വാനം നിർത്താൻ ഞാൻ തയ്യാറല്ല. നിത്യവും വീട്ടിൽ നിന്ന് ഈ വീടിൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും 1000 രൂപ ദിവസ വരുമാനം ഉണ്ടാകണം. അത് നിർബന്ധമായിട്ടും എനിക്ക് 2500 രൂപയോളം ദിവസ വരുമാനം ഉണ്ടായിരുന്നതാണ് വീട്ടിൽ നിന്ന്. അത് എല്ലാം നിന്നുപോയി. അഥവാ വീണ്ടും പുനഃസ്ഥാപിച്ച് മിനിമം 1000 രൂപ വീട്ടിൽ നിന്ന് വരുമാനം ഉണ്ടാകണം. ഈ ചെയ്യുന്നതിനെല്ലാം ഒരർത്ഥം വേണമല്ലോ. എന്നാൽ ആ വരുമാനം കിട്ടുകയും ചെയ്യും. അതിലേക്ക് ഞാൻ ഉടനെ തന്നെ എത്തിച്ചേരും. ആട് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ എത്തിച്ചേരും. അങ്ങനെ ചെടി പരിപാലനത്തിൻ്റെ മുന്തിരിയുടെ കട്ടിങ്ങും കെട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് അവയൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി കട്ട് ചെയ്തിട്ട കഷ്ണങ്ങളും വേസ്റ്റ് എല്ലാം കഴിഞ്ഞ രാത്രി ഉണ്ടായ കാറ്റത്തുണ്ടായ കരിയിലയും എല്ലാം കൂടി വാർക്കയുടെ ഓസൊക്കെ അടഞ്ഞു പോയിരുന്നു. എന്നാൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം ഒന്ന് അടിച്ചു വാരി മുൻവശം വാർക്കക മാത്രം, മുന്തിരിയുടെ അടിയിലുള്ള വാർക്ക മാത്രം അടിച്ചു വാരി ക്ലിയർ ആക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോഴാണ് വാർക്കപ്പുറത്ത് നിന്ന് ഞങ്ങൾക്ക് പറിക്കാവുന്ന വലിയൊരു പേരയുണ്ട്. ആ പേരയിലേക്ക് താഴെ ഭാര്യ എവിടെയോ കാച്ചിലൊക്കെ കൊണ്ട് നട്ടിരുന്നു. അതിൻ്റെ വള്ളി കയറി എല്ലാം നാമാവിശേഷമാവുകയാണ്. എന്നാൽ അതിനെയും കൂടി കുറച്ചൊന്ന് കട്ട് ചെയ്ത് പേരയെ ഒന്ന് ഫ്രീ ആക്കിയെടുത്താൽ കുറച്ച് പേരയ്ക്കയൊക്കെ കിട്ടും. കൊല കുത്തി കായ്ക്കുന്ന വലിയ പേരയ്ക്കയാണത്. യഥേഷ്ടം പേരയ്ക്ക കിട്ടുന്ന പേര. അങ്ങനെ ആ കാച്ചിലിൻ്റെ വള്ളികളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ നമ്മുടെ മൾബറി ആണെങ്കിൽ വാർക്കയുടെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. അവരെയും ഒക്കെ ഒന്ന് ശരിയാക്കി പേരയുടെ ആ ഷീറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കാച്ചിലിൻ്റെ വള്ളികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അവയെയും ഒന്ന് ഫ്രീ ആക്കാനുള്ള ശ്രമത്തിലാണ്. ഞാൻ ഇത്തരം വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത്. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിശുക്ക് കാണിക്കരുത്. കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും പ്രായമേറിയവർക്കും ഈ വീഡിയോകൾ നിങ്ങൾ ലിങ്ക് അയച്ചു കൊടുക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു പക്ഷേ അവർക്കും ഒരു ഉത്സാഹം തോന്നി എന്തെങ്കിലുമൊക്കെ പരിപാടികളായിട്ട് അവരും അതിലേക്ക് ഇറങ്ങിത്തിരിക്കട്ടെ. എന്നെ കാണുന്ന നിങ്ങൾ നിർബന്ധമായും എനിക്ക്
എനിക്ക് സപ്പോർട്ട് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നിത്യേന എന്നോണം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണമെന്താണെന്നറിയാമോ? നമുക്ക് മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ 5 ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ അത് 1ലേക്ക് എത്തിക്കാം. കുറച്ച് കഴിഞ്ഞാൽ ഗുളിക വേണ്ട എന്ന വിധത്തിലേക്ക് എത്തിക്കാം. കാരണം നമ്മൾ ഈ ചെടി പരിപാലനവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആയുസ്സും ആരോഗ്യവും മാനസിക സന്തോഷവും ഉല്ലാസവും ഉന്മേഷവും ഊർജസ്സും എല്ലാം സുന്ദരമായി കിട്ടും. ഇന്നത്തെ ചെറുപ്പക്കാർ ജീവിക്കുന്നതിനേക്കാൾ വളരെ ഭംഗിയായി കുടുംബ ബന്ധം സ്ഥാപിക്കാനും കുടുംബ ബന്ധം നടത്തിക്കൊണ്ടു പോകാനും നമുക്ക് സാധിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഞാൻ അനുഭവസ്ഥനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം വീഡിയോകൾ എന്നെ കാണുന്ന എൻ്റെ പ്രേക്ഷകരിലേക്ക് നിരന്തരം എന്നോണം വിട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിഷ്ടമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ 2 തരം വീഡിയോകളാണ് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഒരു ഷോർട്ട് വീഡിയോ, 1 മിനിറ്റുള്ള ഷോർട്ട് വീഡിയോ, ആനുകാലികങ്ങളും അതുപോലെ വാർത്താമാധ്യമങ്ങളിലെ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളുമായി ഞാൻ ഷോർട്ട് വീഡിയോ 1 മിനിറ്റിൽ എന്നും രാത്രി 9 മണിക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ശ്രവിക്കാം. അതുപോലെ ആഴ്ചയിൽ 2, 3 അല്ലെങ്കിൽ 4 ലോങ് വീഡിയോ ചെയ്തു പോകുന്നുണ്ട്. നിലവിൽ സമയം കിട്ടുന്നതനുസരിച്ച് ഈ ലോങ് വീഡിയോകളും ഞാൻ ചെയ്തു പോകുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാം, കേൾക്കാം, ആസ്വദിക്കാം. അതുപോലെ ആദ്യം പറഞ്ഞതുപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യരുത്. ചെയ്യാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഏവർക്കും പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും പുതിയ പുതിയ വീഡിയോകളുമായി വരും ദിവസങ്ങളിലും വരും നാളുകളിലും ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. എനിക്ക് പ്രത്യേകം വീണ്ടും പറയുവാനുള്ളത്, നിങ്ങൾ യൂട്യൂബ് ചാനലുകൾ ഒരുപാട് കാണാറുണ്ട്, കോമാളിത്തരങ്ങൾ യഥേഷ്ടമുണ്ട്. പക്ഷേ ഞാനിവിടെ വച്ചുകെട്ടില്ലാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങളെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എൻ്റെ ജീവിതചര്യ അതേപടി പകർത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ചിലർക്ക് ഇതിനോട് ഈർഷ്യ തോന്നാം, ചിലർക്ക് ഇഷ്ടം തോന്നാം, ചിലർ ഒരു സമഭാവനയോടെ ചിലരും ഒന്നും പറയാതെ മുമ്പോട്ട് പോകാം. പക്ഷേ ഇത് കാണുന്നവർ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം. അതിന് നിങ്ങൾ മടി കാണിക്കേണ്ടതില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം, സംശയങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കാണിക്കുന്നത് ശരിയല്ല എന്ന് കുറ്റപ്പെടുത്താം. എന്തും പറയാം. എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ഇടാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഞാനൊരു കൃഷിക്കാരൻ്റെ മകനായതുകൊണ്ടും കൃഷി ഒരുപാട് ഇഷ്ടമായതുകൊണ്ടുമാണ് ഞാൻ ഇങ്ങനെ പരിപാലിച്ചു പോരുന്നത്. ആ ഒരു രീതി എന്നെ വല്ലാത്ത ഒരു മനുഷ്യനാക്കി, അതായത് സന്തോഷമുള്ളൊരു മനുഷ്യനാക്കി തീർത്തിട്ടുണ്ട്. അത് തന്നെ വീണ്ടും വീണ്ടും ഞാൻ തുടർന്നു കൊണ്ടുപോകുന്നതിന് കാരണവും അത് തന്നെയാണ്. വാർക്കപ്പുറം ഫ്രണ്ട് വശം മൊത്തം ക്ലിയറായി, മുന്തിരി വള്ളികളൊക്കെ എല്ലാം ഭംഗിയായി. ഇത്തരം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുന്തിരി നേരത്തെ കാച്ചത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് കാച്ച മുന്തിരികളാണിത്. അപ്പോൾ ഇനി നന്നായിട്ട് വളം കൊടുക്കുന്നത് കൊണ്ട് നന്നായിട്ട് കൊലകുത്തി കായ്ക്കുമ്പോൾ കണ്ടില്ലേ, ഇതുപോലെ പൂവിട്ട് വരുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് കാച്ചു കിടക്കുന്ന സമയത്ത് അത്തരമൊരു വീഡിയോ വീണ്ടും ചെയ്യാമെന്നുള്ള പ്രതീക്ഷയോടെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്കേവർക്കും പച്ചപ്പാണിൻ്റെ സന്തോഷം ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അങ്ങനെ എൻ്റെ നല്ല പ്രേക്ഷകർക്ക് നല്ലൊരു ദിനവും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ഏവർക്കും ഗുഡ് ബൈ.